ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടാണ് നമ്മൾ എന്താ പറയുക കാര്യങ്ങൾ പറയുന്നത്. അതായത് ഒരു കോമൺ പീപ്പിളിന് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊരു പുതിയൊരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയ ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും അതുപോലെ തന്നെ ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പണം കായ്ക്കുന്ന മരം തന്നെയാണ്. കാരണം നിങ്ങളിപ്പം ലോകത്തിൽ വളരെ വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏറ്റവും വലിയ ആസ്തിയുള്ള ഇലോൺ മസ്കിനെ പോലും നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരൊക്കെ വലിയ വെൽത്ത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഈ ഇന്ത്യയിലെ ലിസ്റ്റ് എടുത്ത് നോക്കാം. ഇപ്പം ഗൗതം അദാനി ആയാലും അതും അല്ലെങ്കിൽ നിങ്ങൾ മുകേഷ് അംബാനിയുടെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു 5-6 വർഷം മുമ്പ് ഈ ഗൗതം അദാനിയുടെ സ്റ്റോക്ക്, അതും അല്ലെങ്കിൽ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്റ്റോക്ക്, ടെസ്ല എന്നൊക്കെ പറയുന്ന കമ്പനീസൊക്കെ വളരെ ചെറുതായിരുന്നു അല്ലേ. ഇവരൊക്കെ പബ്ലിക്കലി ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് ആയിരുന്നു ആ സമയത്തൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പം. സോ അവരുടെ സ്റ്റോക്കിന് പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഡിമാൻഡ് വന്നൊരു ടൈം പീരീഡിൽ ഒരുപാട് ആളുകൾ ഈ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഡിമാൻഡ് കൂടുമ്പം ഒബ്വിയസ്ലി ആ സ്റ്റോക്കിൻ്റെ പ്രൈസും കൂടും. സോ അങ്ങനെ പ്രൈസ് ശക്തമായിട്ട് ഉയരുന്ന ഒരു ടൈം പീരീഡിൽ ഇവരൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ആ കമ്പനീസിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. സോ സബ്സ്റ്റാൻഷ്യലായിട്ട് ഇവരുടെ വെൽത്തും ബിൽഡ് ആവാൻ തുടങ്ങി. ഈ ഒരു കേസാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു വെൽത്ത് അല്ലെങ്കിൽ പണം സമ്പാദിക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കേണ്ടത് അത്യാവശ്യപ്പെട്ട കാര്യമാണ്. ഓക്കെ, നമുക്കധികം സമയം കളയാതെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ. The stock market is a platform where shares of publicly traded companies are bought and sold. അതായത് പബ്ലിക്കലി ട്രേഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലേ, ആ കമ്പനീസിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 എക്സ്ചേഞ്ചുകളാണുള്ളത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണ്. ഇതാണ് പ്ലാറ്റ്ഫോമായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണ്ട ട്രേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്ത് തരിക എന്നുള്ളതാണ് NSEയുടെയും BSEയുടെയും ധർമ്മം. ഓക്കെ, എന്തിനാണ് ഒരു കമ്പനി ഷെയർ മാർക്കറ്റിലേക്ക് അവരുടെ ഷെയർസിനെ ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കമ്പനി മുന്നോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. സോ നമ്മളിപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അല്ലേ. It enables companies to raise funds and allows individuals to invest and grow their wealth. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ NSE ആൻഡ് BSE. കമ്പനി, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇൻവെസ്റ്റർ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനിയുടെയും അതുപോലെ തന്നെ ഇൻവെസ്റ്ററിൻ്റെയും മീഡിയേറ്ററായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. ഹൗ ഡസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക്? എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. കമ്പനീസ് ലിസ്റ്റ് ദർ ഷെയർസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ടു റേസ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നുകയാണ് എങ്കിൽ ഒരു പക്ഷേ അവർക്ക് ബാങ്കും മറ്റ് പല ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർക്ക് ലോൺ കൊടുക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും അല്ലേ. പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൊളാറ്ററൽ വെക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കമ്പനീസിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. സോ കമ്പനിയുടെ ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നു. അവരെ റിയൽ ഓണർ ആക്കിക്കൊണ്ട് തന്നെ ഒരുപാട് ഫണ്ട് ഇവർ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കളക്ട് ചെയ്യുന്ന പൈസ കൊണ്ട് ഇവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്ത് കൊടുക്കുന്ന സംഭവം തന്നെയാണ് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് സെൽ ദി ഷെയർസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇൻവെസ്റ്റർ ഒരു ഷെയർ വാങ്ങിക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയുടെ ഡിമാൻഡും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ, കമ്പനി വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഡിമാൻഡും സപ്ലൈയും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് ഒരു ഇൻവെസ്റ്റർ കമ്പനിയിൽ ബൾക്കായിട്ട് എമൗണ്ട് നിക്ഷേപിക്കണമോ വേണ്ടയോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കണ്ടാൽ കൂടുതലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ദ പ്രൈസ് ഓഫ് എ ഷെയർ ചേഞ്ചസ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് ഒരു കമ്പനീൻ്റെ ഷെയർ പല മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടല്ലേ. ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അപ് ട്രെൻഡ് മാർക്കറ്റ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ഉണ്ട്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നത്, എങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ
മുന്നേ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്ത ഒരാളാണ് എങ്കിൽ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലായി കൊള്ളണമെന്നില്ല. അപ്പോൾ അവരുടെ പൈസ, അവർ നിക്ഷേപിച്ച പൈസ കൂടുതലായിട്ടും നഷ്ടപ്പെട്ടു പോകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. കമ്പനി പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതായത് കമ്പനി ആദ്യമായിട്ട് കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. ഓക്കെ, ഈ IPO കഴിഞ്ഞ് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഷെയർ മാർക്കറ്റിലേക്ക് ഈ കമ്പനീസിൻ്റെ ഷെയർ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഓക്കെ, ഓൾറെഡി നിക്ഷേപിച്ച ഇൻവെസ്റ്റർ പിന്നീട് അത് സെല്ല് ചെയ്യും. പിന്നീട് മറ്റ് പല ഇൻവെസ്റ്റർ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കും, അത് വാങ്ങുകയും ചെയ്യും. പിന്നീട് അവർ വിചാരിക്കുന്നു വീണ്ടും അതിനെ സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ അത് സെല്ല് ചെയ്യുന്നു. സോ ഈ ഒരു സർക്കുലേറ്റിംഗ് സംഭവമാണ് ഷെയർ മാർക്കറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വൈ ഈസ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇമ്പോർട്ടൻറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവാനുള്ള പല കാരണങ്ങളുണ്ട്. സോ അതിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഹെൽപ്സ് കമ്പനീസ് ഗ്രോ ആൻഡ് എക്സ്പാൻഡ്. നമ്മൾ നേരത്തെ അത് പറഞ്ഞ അതേ കാര്യം തന്നെ, ഒരുപാട് ഫണ്ട് ഇവർക്ക് IPO വഴി ഇവർക്ക് സമാഹരിക്കാൻ പറ്റും അല്ലേ. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ബിസിനസ്സിനെ വളരെ ശക്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിവിജ്വൽസ് ടു ഇൻവെസ്റ്റ് ആൻഡ് ഏൺ റിട്ടേൺസ്. നമ്മളെപ്പോലെയുള്ള ആളുകൾ ചിലപ്പം കാത്തു നിൽക്കുകയായിരിക്കും പല കമ്പനീസിൻ്റെയും IPO ചെയ്യുന്നത് പ്രതീക്ഷിച്ചിട്ട്. എന്തിനാ? ഒരുപാട് പൈസ നിക്ഷേപിച്ചിട്ട് നമുക്ക് മാക്സിമം റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഒരു സൊമാറ്റോൻ്റെ ഒക്കെ നല്ലൊരു എന്താ പറയുക IPO ആയിരുന്നു അല്ലേ. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നല്ല ശക്തമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ IPOയുടെ ടൈമിൽ ഷെയർ ലിസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഷെയർ പ്രൈസ് നല്ല ശക്തമായിട്ടുള്ള ഉയർന്ന രീതിയിലാണ് ലിസ്റ്റ് ചെയ്തത്. പേടിഎമ്മിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് വളരെ ഒരു മോശമായിട്ടുള്ളൊരു IPO ആയിരുന്നു ആ ഒരു ടൈം പീരീഡിൽ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ. ആക്ട്സ് ആസ് എ ബാരോമീറ്റർ ഓഫ് ദ എക്കണോമിക് ഹെൽത്ത്. അതായത് ഒരു സാമ്പത്തിക ശക്തി ശക്തമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ വളരെ മോശം അവസ്ഥയിലാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് ഒരു കൺട്രിയുടെ ഷെയർ മാർക്കറ്റ് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് ഇൻഡെക്സ് Nifty 50 അതുപോലെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒക്കെ എടുത്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും നല്ല ശക്തമായിട്ടുള്ള ഒരു വളർച്ചയുടെ പാതയിലാണ് ഇന്ത്യ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഷെയർ മാർക്കറ്റിൽ കുറച്ച് ടേംസ് ഉണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷെയർ ഓഫ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ഒറ്റ ഒരു ഷെയർ ആണെങ്കിൽ കൂടി നിങ്ങൾ ആ കമ്പനിയുടെ പാർട്ട് ഓണർ ആണെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ റിലയൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 50 crore ഉണ്ടെന്ന് കരുതുക. ഒരു 50 കോടി ഷെയറാണ് ടോട്ടൽ ഉള്ളതെന്ന് കരുതുക. ഈ ഒരു ഷെയർ, അതിൻ്റെ അകത്ത് ഒരു ഷെയർ നിങ്ങൾ എന്താ പറയുക ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും റിലയൻസിലെ ഒരു പാർട്ട് ഓണറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. പിന്നെ കമ്പനി സെൽസ് ഇറ്റ് ഷെയർസ് ടു ദ പബ്ലിക് ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ കാര്യം തന്നെ. എ മെഷർ ഓഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് പെർഫോമൻസ്. സെൻസെക്സ്, നിഫ്റ്റി ഇൻഡെക്സ് ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ Nifty 50, മിഡ് ക്യാപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക ഫിൻ നിഫ്റ്റിയുടെ ഉണ്ടല്ലേ, അതുപോലെ തന്നെ സെൻസെക്സ് പോലെയുള്ള പല ഇൻഡെക്സുകളും ഉണ്ട്. സോ ഈ ഇൻഡെക്സുകളൊക്കെ തന്നെ ഈ ഇൻഡെക്സിൻ്റെ അണ്ടറിലുള്ള കമ്പനീസ് എങ്ങോട്ടാണ്, അതായത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ച നമുക്ക് പകർന്നു തരും. ഓക്കെ, പിന്നെ ബുൾ മാർക്കറ്റ് ഉണ്ട്, ബിയർ മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് ന്യൂസൊക്കെ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശക്തമായിട്ട് മാർക്കറ്റ് ഒരു നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓവറോൾ മാർക്കറ്റിന് നല്ലൊരു ശുഭ സൂചനയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബിയർ മാർക്കറ്റ് ആണെങ്കിൽ അശുഭ സൂചന, അതായത് മാർക്കറ്റ് വളരെ ഒരു മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബിയർ മാർക്കറ്റ് ആണെങ്കിൽ ഫാളിംഗ് പ്രൈസസ് ആൻഡ് റൈസിംഗ് പ്രൈസസ് അല്ലേ. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 4 ആളുകളാണ് ഉള്ളത് അല്ലേ. ഒന്ന് കമ്പനീസ്, ഒബ്വിയസ്ലി കമ്പനീസ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ കമ്പനീസിന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കമ്പനി അവരുടെ ഷെയർസിനെ ഇഷ്യൂ ചെയ്യും. മാർക്കറ്റിൽ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി ഷെയർ ഇഷ്യൂ ചെയ്യും അല്ലേ. പിന്നീട് ആരാ ഉണ്ടാവുക? ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ ഉണ്ടാവുക. ഈ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാത്തു നിൽക്കുന്നതായിരിക്കും. ടു ബൈ ആൻഡ് സെൽ ഷെയർസ് ഫോർ പ്രോഫിറ്റ്. ഓക്കെ, വാങ്ങിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളും തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു കമ്പനി IPO ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു കമ്പനിയിൽ പർട്ടിക്കുലറായിട്ട് ഒരുപാട് നിക്ഷേപം നടത്തിയിട്ടുള്ള പല ആളുകളുണ്ടാവും അല്ലെ. അവരെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, പ്ലാറ്റ്ഫോംസ് ലൈക്ക് NSE ആൻഡ് BSE ഫോർ ട്രേഡിംഗ്. ഇവരില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രേഡിംഗ് പോസിബിൾ ആവില്ല. സോ ഇവരും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പാർട്ടിസിപ്പൻ്റ് ആണ്. പിന്നെ അവസാനമായിട്ട് വരുന്ന വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് SEBI എന്ന് പറയുന്നത്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇവരാണ്
മാർക്കറ്റിനെ ഓവറോൾ ഫൈനാൻഷ്യൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വൈ ലേൺ അബൌട്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ്? എന്തുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കണം എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ക്രൂഷ്യൽ ടൂൾ ഫോർ ബിൽഡിംഗ് വെൽത്ത്. നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു വെൽത്ത് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ പറ്റിയിട്ട് പഠിച്ചിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഒരുപാട് ശമ്പളം കിട്ടുന്ന ആളുണ്ടാവും. ഓക്കെ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മന്ത്ലി ബേസിസിൽ നല്ല കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല മ്യൂച്വൽ ഫണ്ട്സിനെ സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ നിക്ഷേപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോർപ്പസ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഹെൽപ്സ് യു മേക്ക് ഇൻഫോംഡ് ഫിനാൻഷ്യൽ ഡിസിഷൻ. സാമ്പത്തികമായിട്ടുള്ള പല തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കാൻ മറ്റ് പലരുടെ ഹെൽപ്പ് ആവശ്യമായിട്ട് വേണ്ടി വരില്ല. സോ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഗീവ്സ് യു കൺട്രോൾ ഓവർ യുവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ. ഓക്കെ, ഇനി കുറച്ച് തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ കോമൺ മിത്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് പൊതുവേ ഉള്ള കുറച്ച് കോമൺ മിത്സ് ആണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ഓൺലി ഫോർ ദ റിച്ച്. അതായത് പണക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഷെയർ മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിത്ത് പറയുന്നത്. വളരെ തെറ്റായിട്ടുള്ളൊരു കൺസംഷൻ അല്ലെങ്കിൽ വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ആർക്ക് വേണമെങ്കിലും ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ പറ്റും. പല ബ്രോക്കേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം അപ്സ്റ്റോക്സ് ഉണ്ട്, സെറോദയുണ്ട്, ഫയേഴ്സ് ഉണ്ട്, ശൂന്യുണ്ട്. ഓക്കെ, വളരെ ചെറിയ ബ്രോക്കറേജിൽ അല്ലെങ്കിൽ സീറോ ബ്രോക്കറേജിൽ പോലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പ്ലാറ്റ്ഫോംസും അവൈലബിൾ ആയിട്ടുണ്ട്. ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇറ്റ്സ് ലൈക്ക് ഗാംബ്ലിംഗ്. അതായത് നിങ്ങളിപ്പം ഒരു ചൂതാട്ടം പോലെ നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ ചൂതാട്ടമാണ് ഷെയർ മാർക്കറ്റ് എന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇറ്റ്സ് അബൌട്ട് റിസർച്ച് ആൻഡ് സ്ട്രാറ്റജി. ശക്തമായിട്ടും ഒരു കമ്പനിയെ പറ്റിയിട്ട് പഠിക്കുക. അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇത് യാതൊരു കാരണവശാലും ഒരു ചൂതാട്ടമാവില്ല. നിങ്ങൾക്കൊന്നും അറിയാതെ നിങ്ങൾ ജസ്റ്റ് ഒരു 50-50 പ്രോബിലിറ്റിയിൽ നിങ്ങളൊരു ഡൈസ് എറിയുന്നതാണ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യു നീഡ് എ ലോട്ട് ഓഫ് നോളജ് ടു സ്റ്റാർട്ട്. ഫാൾസ് ബിഗിനേഴ്സ് ക്യാൻ ലേൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമോ കാര്യമോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് അല്ലേ. സ്റ്റാർട്ട് യുവർ ജേർണി. നൗ യു നോ വാട്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ആൻഡ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ ഡിസ്കസ് ഹൗ ദ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക്സ് ഇൻ ഡീറ്റെയിൽ. എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ ശക്തമായിട്ടും സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ട്രാൻസ്ഫറിങ് മണി ഫ്രം ദ ഇംപേഷ്യൻറ്റ് ടു ദ പേഷ്യൻറ്റ്. വാരൻ ബഫറ്റ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈസ്, ഒരു ഉപകരണമാണ്. ട്രാൻസ്ഫറിങ് മണി ഫ്രം ദ ഇംപേഷ്യൻറ്റ് ടു ദ പേഷ്യൻറ്റ്. ക്ഷമയില്ലാത്ത ആളെടുക്കുന്ന പണം ക്ഷമയുള്ള ആളെടുക്ക ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വാരൻ ബഫറ്റിനെ തന്നെയാണ്. ഓക്കെ, അദ്ദേഹം ഒരുപാട് പൈസ നിക്ഷേപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക 10, 20, 30 വർഷമൊക്കെ കഴിഞ്ഞ് പർട്ടിക്കുലറായിട്ടുള്ള ഒരു കമ്പനി കെപ്റ്റ് ഓൺ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വളരെ വലിയ കോർപ്പസ് ബിൽഡ് ചെയ്തെടുത്തത്. അപ്പം ക്ഷമയെ പറ്റിയിട്ട് ഇദ്ദേഹത്തോളം മറ്റാർക്കും പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഒരു ഷെയറിനെ ഹോൾഡ് ചെയ്ത് അത്രത്തോളം വെൽത്ത് ബിൽഡ് ചെയ്ത ഒരാളാണ് വാരൻ ബഫറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.